ഡെറിവേറ്റീവ്സ് റിസ്കിയർ ആണ്, ലോസ് വരുന്ന ഒരുപാട് ആൾക്കാർ പറയാറുണ്ട്. അതുപോലെ തന്നെ 90% ട്രേഡേഴ്സും ലോസിലാണെന്ന് പറയാറുണ്ട്. പക്ഷേ ഇവർക്ക് ആർക്കും റിസ്ക് റിട്ടേൺ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് ഒരു ധാരണയും ഇല്ല എന്നുള്ളതാണ് സത്യം. ഓക്കെ, നമ്മളിപ്പോൾ റിസ്ക് എടുക്കാൻ തയ്യാറല്ല, ഒരു സീറോ റിസ്കിൽ നമുക്ക് എന്തെങ്കിലും റിട്ടേൺ കിട്ടണം എന്നാണ് നമ്മുടെ ആഗ്രഹം എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ചൂസ് ചെയ്യേണ്ട ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് പറയുന്നത് ഗവൺമെന്റ് ബോണ്ടുകളാണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓൾമോസ്റ്റ് സീറോ റിസ്കിയർ ആണ്. നമുക്ക് ചെറിയ രീതിയിലുള്ള റിട്ടേൺ കിട്ടാൻ സാധ്യതയുണ്ട്. ഇനി അതുപോലെ തന്നെ കുറച്ച് ചെറിയൊരു റിസ്ക് എടുക്കാം, ലോ റിസ്ക് എടുക്കാനാണ് നമ്മൾ തയ്യാറായിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ചൂസ് ചെയ്യേണ്ട ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് പറയുന്നത് കോർപ്പറേറ്റ് ബോണ്ട്സും ഡെപ്റ്റ് ഫണ്ടുകളുമാണ്. ഇതിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ വളരെ ഈസിയാണ് ഇപ്പോൾ. ഇനി ഒരു മോഡറേറ്റ് റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ മാത്രമേ നമ്മൾ ഇക്വിറ്റീസും അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട്സും കാര്യങ്ങളൊക്കെ നോക്കേണ്ടിയുള്ളൂ. കമ്പയറിംഗ് ടു ദിസ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത് ഹൈ റിസ്കിയർ ആണ്. കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് റിസ്ക് മാനേജ്മെൻറ്റും ട്രേഡ് പ്ലാനും അതിന് വേണ്ടിയിട്ടുള്ള ട്രേഡിങ്ങും അതിന് വേണ്ടിയിട്ടുള്ള മെൻറ്റർഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റബിൾ ആവാൻ വേണ്ടി പറ്റുള്ളൂ. അവിടെ റിസ്ക് കൂടുതലാണെങ്കിലും റിട്ടേൺ എന്ന് പറയുന്നതും എന്താണ് വളരെ കൂടുതലാണ്. ഇതിനെയാണ് റിസ്ക് റിട്ടേൺ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്.